ഹലോ ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെയിനായിട്ടും IBSA ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വെൽ ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് IBSA. അപ്പൊ നിങ്ങൾ തുടക്കമാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ലെവൽ എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ സെൽഫ് അസസ്മെന്റ് ആണ് ഇപ്പോൾ, അതായത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് അസസ്മെന്റ് ആണ്. അതായത് നിങ്ങളിപ്പം എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണോ, അല്ലെങ്കിൽ SSC MTS ബാങ്കിങ് ക്ലർക്കോ തുടങ്ങിയ SC ലെവൽ ഏതെങ്കിലും എക്സാം നിങ്ങൾ ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നല്ല, നിങ്ങൾ പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ടോ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് കാര്യം പറയേണ്ടത്. ഓക്കെ. സെക്കൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമാണ്. നിങ്ങൾ മാത്സിൽ സ്ട്രെങ്ത് ഉണ്ടോ, മാത്സിൽ ഓക്കെ ആണോ, അല്ലെ ഇംഗ്ലീഷിൽ ഓക്കെ ആണോ, ജനറൽ അവയർനെസ് ഇംഗ്ലീഷിൽ ഓക്കെ ആണോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ്, നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഏരിയാസ് ഏതാണെന്ന് സെക്കൻഡ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് ആണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ടൈം ഈ IBSA എക്സാം പ്രിപ്പയർ ചെയ്യാൻ, അതായത് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് എത്രമാത്രം ടൈം കണ്ടെത്താനായിട്ട് പറ്റും. ഈ 3 കാര്യം ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് അസസ്മെന്റ് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി നോക്കേണ്ടത് നമ്മളുടെ സിലബസ് എടുത്തു വെക്കുക. നിങ്ങൾ അതിന്റെ സിലബസ് എടുത്തു വെച്ചിട്ട് നമ്മളെ ചാനലിൽ തന്നെ സിലബസ് പോയിട്ടുണ്ട്. ആ സിലബസ് എടുത്തു വെച്ചിട്ട് എക്സാമും അതുപോലെ എക്സാം പാറ്റേണും എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി നിങ്ങൾക്കറിയാം 100 ചോദ്യമുണ്ടാകും, അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അതായത് 100 ചോദ്യം, ഒരു തെറ്റുത്തരത്തിന് എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ക്രൂഷ്യൽ സ്റ്റെപ്പ്. ഒരു കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ മോക്ക് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾ സ്കോർ നോക്കണ്ട. അതായത് 100ൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 100ൽ 100 കിട്ടുന്നില്ല. ഈ ഒരു എക്സാമിന് അവർ ജസ്റ്റ് പാസ് മാർക്ക് വെച്ചിരിക്കുന്നതിന് 35 മാർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 10, 2, 3 എത്രയായിരിക്കും കിട്ടുന്നത്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ ടൈപ്പ്, ഡിഫിക്കൽട്ടി ലെവലും നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡ് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊരു ടെസ്റ്റ് മോക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസസ്മെന്റ് നടത്താനായിട്ട് പറയുന്നത്. ഇനിയാണ് അടുത്തത് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസത്തേക്കുള്ള ഡെയിലി സ്റ്റഡി പ്ലാൻ, ഒരു ഡെയിലി ടൈം ടേബിൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യുക, കുറച്ച് അധികം സമയം കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ചധികം സമയം കൊടുക്കുക. പിന്നെ റിവിഷന് വേണ്ടിയിട്ട്, സ്ട്രോങ് ഏരിയാസിന് റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഒരു ജനറൽ അവയർനെസ് ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ഓൾറെഡി എന്താണ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമൊക്കെ ഓൾറെഡി എക്സാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പഠനം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയുകയാണെങ്കിൽ 3 അവേഴ്സ് നിങ്ങൾ ജനറൽ അവയർനെസ്സിന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2 മണിക്കൂർ പഠിക്കുന്നതും 1 മണിക്കൂർ അതിൻ്റെ റിവിഷന് വേണ്ടിയിട്ടും പഠിച്ച കാര്യങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പുതുതായിട്ടുള്ള എത്രത്തോളം കാര്യങ്ങൾ തലയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനല്ല കാര്യം, പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിലേക്ക് ചെയ്യിക്കുക. പിന്നെ ക്വാണ്ടിറ്റം റീസണിങ്ങിന് വേണ്ടിയിട്ട് 4 മണിക്കൂറാണ്. അതിൽ 2 അവേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസെപ്റ്റ്സും 2 അവേഴ്സ് പ്രാക്ടീസസുമാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇനി അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു 2 അവർ കൊണ്ട് പഠിച്ച ടോപ്പിക്കിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ഒരു 1.5 hours എങ്കിലും ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. പിന്നീട് വരുന്നത് മാക്സിമം
പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും മാത്സ് എന്ത് ചെയ്യുക, മൊത്തം റിവിഷൻ ചെയ്യുക. അതിൻ്റെ കൂടെ മാക്സിമം ക്വിസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് MCQs എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, ദ റിയൽ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം കറണ്ട് അഫേഴ്സ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് കറണ്ട് അഫേഴ്സ് വരും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ലാസ്റ്റ് 6 മാസത്തെ, ഏകദേശം നമുക്ക് 6 മാസത്തെ കറണ്ട് അഫേഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക. ആദ്യം ഞാൻ പറയുന്നത് മാർച്ച് തൊട്ട് നോക്കാനാണ്. അതിനുശേഷം നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ റീസൺ ആയിട്ട് നിങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ 6 മാസത്തെ എല്ലാ ഇന്റർനാഷണൽ ലെവലിലുള്ളതും നാഷണൽ ലെവലിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അതുപോലെ കറണ്ട് ആയിട്ടുള്ള ഫാക്ട്സ്, അതൊക്കെ ഓരോ സ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ, മീൻസ് ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ പഠിക്കാനായിട്ട് പോവാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഉത്തരാഖണ്ഡിലൊക്കെ എപ്പോഴും ഓരോ എന്താ പറയുന്നത് മെഗാബീറ്റ് സ്ഫോടനങ്ങൾ, അതുപോലെ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഇൻഡെപ്തിൽ വായിച്ച് മനസ്സിലാക്കി വെക്കാം. പിന്നെ സ്റ്റാറ്റിക് GKയിൽ നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇല്ല. ഒന്നാമത് നമുക്ക് എക്സാമിന്റെ ഡേറ്റിംഗ് അടുത്തു. അപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, എസ്പെഷ്യലി നമ്മളുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ ആ ഏരിയ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. ഇനി ഇന്ത്യൻ പൊളിറ്റിക്സിൽ ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, പ്രസിഡൻസ് മായി ബന്ധപ്പെട്ട പ്രധാന, അത് ഇതിൽ തന്നെ സെലക്ട് ആയിട്ട് ഈ ഒരു ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇനി സയൻസിലെ ബയോളജി, എവറിഡേ ഫിസിക്സ്, കെമിസ്ട്രി, അതൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഇനി ജോഗ്രഫിയിൽ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് നാഷണൽ പാർക്ക്, അതുപോലെ ബൗണ്ടറീസ്, ഇന്ത്യയുടെ ബൗണ്ടറീസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ റിവേഴ്സ്, അതുപോലെ ഡാംസ്, ആ ഒരു ഏരിയയ്ക്ക് ബാക്കിയുള്ളതിനേക്കാൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്ര ഏരിയാസ് ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ക്വാണ്ടം റീസണിങ്ങും, ഇത് നമ്മളുടെ നിങ്ങൾക്ക് മാത്സ്, എൻ്റെ ഏരിയ മാത്സ് അല്ല, പക്ഷെ ക്വാണ്ടം റീസൺ എടുക്കുന്ന ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് അവരുടെ ഒരു എക്സ്പീരിയൻസിനോട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, സിംപ്ലിഫിക്കേഷൻ, ഡേറ്റ ഇംപ്രട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. റീസണിങ്ങിൽ കോഡിങ്, ഡീകോഡിങ്, സിലോജിസം, ബ്ലഡ് റിലേഷൻസ്, പസിൽസ്, ന്യൂമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ മിനിമം ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് എങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സിംപ്ലി അത് നിങ്ങൾക്ക് അതായത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഇംഗ്ലീഷിൻ്റെ നമുക്ക് ഗ്രാമർ റൂൾസ്, അതുപോലെ തന്നെ വൊക്കാബുലറി വേർഡ്സ്, എസ്പെഷ്യലി നമ്മുടെ സിനോണിംസ്, ആൻറ്റോണിംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെനാൻ മാർട്ടിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ നല്ലതാണ്. അപ്പോൾ ആ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു IB സെക്യൂരിറ്റി SAക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ്, ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ കൂടുതലായിട്ട് നമ്മൾ ഡെയിലി ലൈവിൻ്റെ കൂടെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ സബ്ജക്ട്സ് ആണ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ PYQസും ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള MCQസും ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഓരോ 5 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് 4 ദിവസത്തെ ക്ലാസ്, അതിൻ്റെ സ്റ്റഡി പ്ലാൻ എക്സാം, അങ്ങനെയാണ് 5, 10, 15 ദിവസം നമ്മൾ പോകുന്നത്. അതുകൂടാതെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക, മോക്ക് ടെസ്റ്റുകൾ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ തന്നെ നമ്മൾ 3 ഡിവിഷനാണ്. അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്ത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെറ്റ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. സെക്ഷണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ദെൻ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നടാ, നിങ്ങൾ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാം. ഇനി ഒന്നുമില്ല, ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് AZB അക്കാഡമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ കോഴ്സ് സ്റ്റോറിൽ പോയി ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ IBയുടെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.